ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം ശകുന്തള പാടിയ മായാമോഹന ഗാനം മാലിനി തീരത്ത് ശകുന്തള പാടിയ മായാമോഹന ഗാനം ഇതാ 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 ആ കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം ഗോപികൾ പാടിയ രാധാമാധവ ഗാനം രാഗലഹരിയിൽ ഗോപികൾ പാടിയ രാധാമാധവ ഗാനം ഇതാ 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 ആ കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം ഈ ഏജില് ഒരാള് ഒരു കുട്ടി പാടാൻ വന്ന് നിൽക്കുമ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുക്കുരു കുക്കുരു കുറുക്കൻ ആ സോങ് ആയിരിക്കും. ദേവരാജൻ മാസ്റ്ററിന്റെ ഒക്കെ ഒരു സോങ് ഇങ്ങനെ ശ്രുതി ശുദ്ധമായിട്ടൊക്കെ പാടുന്നത്. അത് മാത്രമല്ല ഓരോ വേർഡ്സും മറ്റേ ഇവിടെ നഴ്സറി സ്കൂൾ എന്നൊക്കെ പറഞ്ഞ വായിക്കൂടെ 50 കാറ്റ് പോകുന്നു വിചാരിച്ചു. പക്ഷെ ഇത് എല്ലാം വടിവൊത്ത അക്ഷര വടിവോട് കൂടി പാടി. ലക്ഷ്മി നോട്ട് ഇറ്റ്. സൗഭാഗ്യ ലക്ഷ്മിയുടെ അടുത്ത് കണ്ട് പഠിക്കാൻ പറ. ഇമ്മിണി വലിയൊരു ഫാൻ എന്ന് പറഞ്ഞ ഈ ഷോയിലേക്ക് എല്ലാ ഫാനുകൾക്കും സ്വാഗതം എന്ന് നേരെ പറയാൻ പോലും നാളെ മുതൽ നമുക്ക് വിവേകേട്ടനെ തന്നെ ഇവിടെ നമുക്ക് കിട്ടി. ഒന്ന് പറയാ ഇമ്മിണി വലിയ ഫാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറ. പറഞ്ഞോ പറഞ്ഞോ ഒന്ന് പറ നോക്കട്ടെ കേക്കട്ടെ. ഞാൻ പറഞ്ഞോ ഇമ്മിണി വലിയ ഫാൻ. ആ കൊച്ചിന്റെ പ്രായം വെച്ച് ഇത്രയും പക്കായിട്ട് പറയും. നോക്ക് ലക്ഷ്മി
പ്ലീസ് കണ്ടു പഠിക്കൂ. മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. മോളെ എത്ര വയസ്സായി ശരിക്കും? 5 വയസ്സ്. 5 വയസ്സ്. അമ്മ 5 വയസ്സിൽ പാടിയ പാട്ട്. ഇനിയിപ്പോ അടുത്ത പെർഫോമൻസ് ഇതിൽ നിന്ന് നല്ലൊരു പാട്ടുമായിട്ട് വരുമോ? ഉറപ്പാണോ? രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ട് തന്നെ വരും. ദേവരാജൻ മാസ്റ്ററിന്റെ പാട്ടായിട്ട് തന്നെ വരും. ശശികല അത് ദേവരാജൻ മാസ്റ്ററിന്റെ പാട്ടല്ല. അല്ല, നമ്മൾ ശശിയാണ് ഉദ്ദേശിച്ചത്. വരും, നല്ലൊരു പാട്ടുമായിട്ട് വരും. മോളുടെ അമ്മയോടാണ് ഇത് എങ്ങനെ മോൾക്ക് ഇത്രയും ഒരു ക്ലാസ് സോങ്സിനോടൊക്കെ ടേസ്റ്റ് എങ്ങനെയാണ് മോൾക്ക്? അത് ആരായി ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഉള്ളത് തന്നെയാണ്. പണ്ട് ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ പാടിക്കൊടുക്കുമ്പോൾ 1 വയസ്സ് താഴെ ആയപ്പോ തൊട്ടേ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അമ്മ പാടുവോ? കുറേശ്ശെ. അവളുടെ അത്ര ഒന്നും പാടും. ജസ്റ്റ് ഒരു 2 ലൈൻ ഈ സോങ് ആണെങ്കിൽ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. മോൾക്ക് മാത്രമേ പാടി കൊടുക്കുള്ളൂ? മോൾക്കും പാടി കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. പ്ലേ ചെയ്ത് കൊടുത്താൽ പഠിച്ചോളും. വേർഡ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുഞ്ഞില് വീട്ടിൽ പാടാറുണ്ട്. വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഉറക്കാൻ വേണ്ടിയൊക്കെ പാടി കൊടുക്കുമ്പോൾ അതിങ്ങനെ ഏറ്റുപാടുമായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ. ആദ്യത്തെ വേദി ഇതാണോ? അപ്പൊ ഇമ്മണി വലിയൊരു ഫാൻ ആണോ ആദ്യത്തെ വേദി എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദി ഇതുവരെ കിട്ടിയതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഇതല്ലാതെ ആദ്യം കിട്ടിയ വേദി ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഘടനയുണ്ട് എറണാകുളത്ത്, ദേവദാരു എന്ന് പറഞ്ഞിട്ട്. അവർ ഇയർലി പ്രോഗ്രാം നടത്താറുണ്ട് ഫൈൻ ആർട്സ് ഹാളിൽ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് മോളെയും കൊണ്ട് ആ പ്രോഗ്രാം കാണാൻ പോയപ്പം എല്ലാവരും ഉണ്ണിമേനോൻ പോലെയുള്ള വലിയ വലിയ ആളുകൾ പാടുന്ന വേദിയായിരുന്നു. അപ്പം മോൾ അവിടെ നിന്ന് വാശി പിടിച്ചു. അന്ന് 4 വയസ്സേ ഉള്ളൂ. എനിക്കും പാടണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അവരോട് അനുവാദം ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. രാത്രി ഒരുപാട് വൈകിട്ടാണ് സമ്മതിച്ചത്. പക്ഷെ അവൾ അന്ന് പൂന്തേനരുവി അവിടെ ഫുൾ പാടി. ആ വീഡിയോ വൈറലായി. എങ്ങനെ ആന്റി അനിയൻ പാടുവോ ഇതുപോലെ? അനിയൻ ചേച്ചി പാടുന്നതെല്ലാം കേട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അപ്പൊ എന്നാ അടുത്ത എപ്പിസോഡ് നല്ല അതിമനോഹരമായ ഒരു പാട്ടുമായിട്ട് വരട്ടെ. വരുമല്ലോ, വാക്കാണല്ലോ, ഉറപ്പ്? താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ ബൈ.